നീ പോയി നിന്റെ ജോലി നോക്കേട്ടോ. അതെ, അവിടെ ആരെങ്കിലും ബാത്റൂമിന്റെ അകത്ത് പ്രാവും കൂട് പോലൊരു പെട്ടിയുണ്ട്, വേറെ ഒന്നുമില്ല. എങ്കിൽ തീർച്ചയായിട്ടും ആ പെട്ടിയിൽ തന്നെ ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് ഡൗട്ടുണ്ട്. നീ ചുമ്മാ ഇരിക്കേ, തീർച്ചയായിട്ടും അതിനകത്ത് തന്നെ ഉണ്ടാവും. നിനക്ക് എങ്ങനെ കൃത്യമായിട്ട് അറിയാവടി? എക്സ്പീരിയൻസ്. അയ്യോ പാവന്റെ അമ്മാവൻ. നിർത്തടി, ഡേ ഇങ്ങനെ വെറുതെ ഇളിച്ചോണ്ടിരിക്കാതെ അടുത്ത പ്ലാൻ എന്താന്ന് ആലോചിക്കേ. അയ്യോ ഇങ്ങനെ ചുമ്മാതിരിക്കാതെ എന്തേലും പോയി കളിച്ചൂടെ? എന്ത് കളിയാ കളിക്കണ്ടേ? കള്ളന് പോലീസ് കളിക്കും മക്കളെ. അയ്യോ, ആ പോയി കളിക്കേ. അയ്യോ ഇതെന്താ? എന്താ മോളെ പെട്ടെന്ന് എന്ത് പറ്റി? ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കെ. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കെ. ജ്യൂസ് കുടിക്കേ. പിള്ളേർ അവിടെ ഓടി ചാടി കളിക്കട്ടെ വെച്ച് നീ ഇവിടെ ഇരിക്കെ. സമാധാനത്തോടെ ഇരിക്കെ. 8, 9, 10 കള്ളന്മാരെ ഞാൻ പിടിക്കാൻ വരികയാണേ. എന്താടാ കളി നിർത്തിയേ? കള്ളന്മാരെ പിടിക്കാൻ കഴിയുന്നില്ല. കൊള്ളന്മാരെ പിടിക്കാൻ ഞാൻ സഹായിക്കാം. ആദ്യം അടുക്കളയിൽ പോയി നോക്ക്. ഓക്കേ. അവിടെ ആരുമില്ല. മോനാ സ്റ്റോർ റൂമിലൊന്ന് പോയി നോക്കിട്ട് വന്നേ. നോക്കി, അവിടെ ആരുമില്ല. ബെഡ്റൂമിൽ പോയി നോക്കടാ. എന്ത് പറ്റി കൊച്ചേ? ഇവിടെ ഉള്ളവർക്ക് നല്ല കുളിരും നിനക്ക് ചൂടുമല്ലേ? ഔട്ട്, ഔട്ട്, ഔട്ട്. കള്ളനെ പിടിച്ചു. ഇനി 2 കള്ളന്മാരെ പിടിക്കാറുണ്ട്. ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിക്കല്ലേ, എന്തെങ്കിലും ഒന്ന് പറ. എന്തിനാടാ ടെൻഷൻ ആവുന്നത്? പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് നടന്നിരിക്കും. ബാത്റൂമിന്റെ അകത്തൊരു പെട്ടിയുണ്ട്, അതിൽ പോയി നോക്കടാ. ഒരു സംശയമില്ല, നിനക്ക് കിട്ടും അവനെ. ഓക്കേ. ബോബിയുടെ മെസ്സേജ്. ഡു ഇറ്റ് വെരി ഫാസ്റ്റ്, മൈ സിറ്റുവേഷൻ ഇസ് വെരി ബാഡ്. ഇനി സമയം കളയണ്ട, നമുക്ക് പവർ കട്ട് ചെയ്തേ. ഓക്കേടാ. ആരാടാ പവർ കട്ട് ചെയ്തേ? ആര് കട്ട് ചെയ്താലും എന്താടാ, നമുക്ക് വേഗം പോയി ബോബിനെ വിളിച്ചു തരാം. ബാ. അർദ്ധരാത്രിയായി തുടങ്ങും കള്ളന്മാർക്ക് ഇത് തന്നെ പണി. ഓ, കരണ്ട് പോയാ ഉടനെ നാട്ടുകാരുടെ സൗകര്യം കെടുത്തു. എടാ നീ അങ്ങോട്ട് പോ, നീ അങ്ങോട്ട് നടക്ക്. വാ, അവിടെ നോക്കാം. അങ്ങോട്ട് ചെല്ലേ, അങ്ങോട്ട് ചെല്ലേ. അവിടെ ആ സൈഡിലൊക്കെ നോക്ക്. ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് കളിക്കുന്നല്ലേ നിങ്ങള്? നിനക്കിട്ട് വെച്ചിട്ടുണ്ടടാ. ഇപ്പൊ കൂടും കൂടാ നീയൊക്കെ. അയ്യോ, എന്റെ കണ്ണ് കാണുന്നില്ലല്ലോ. ചന്ദ്രകലേ, എന്താ അമ്മായി? എന്റെ മുന്നിൽ ഒരാളാണോ രണ്ടാളാണോ നോക്കിയേ. അമ്മാവനെ ശ്രീനിയെ കൊന്ന സ്ഥാനത്ത് ഈ തള്ളെ കൊന്നാ മതിയായിരുന്നു. കഷ്ടം. ഒരാള് മാത്രമേ ഉള്ളൂ അമ്മായി. എന്ത് ചെയ്യാനാണോ, എന്റെ കണ്ണിന്റെ കുഴപ്പമാ.